എന്താ മോളെ, എന്താ വല്ലാതിരിക്കുന്നേ? നല്ല സുഖം തോന്നുന്നില്ല മമ്മ. പനിക്കുന്നുണ്ടല്ലോ. സാരമില്ല, മമ്മ മരുന്നെടുത്തു തരാം. മോള് വന്ന് വല്ലതും കഴിക്കേ. വേണ്ട മമ്മ, ഞാൻ കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് പോയി കിടന്നോളാം. മമ്മ പൊയ്ക്കോ, പൊയ്ക്കോ മമ്മ. വിളിച്ചില്ലേ? അവൾക്ക് പനിക്കുന്നുണ്ട്, ക്ഷീണം കൊണ്ടായിരിക്കും. ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് മരുന്ന് നിങ്ങൾ കൊടുത്തോ? കൊടുത്തു. പേടിക്കാനൊന്നുമില്ല. അത് പോരാ, സൂക്ഷിക്കണം. ഏതായാലും നാളെ അവളെ കോളേജിൽ അയക്കണ്ട. ഞാനൊരു ഡോക്ടറാണെന്ന കാര്യം വലിയ ഇടയ്ക്ക് മറന്നു പോകും. വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തോളാം കേട്ടോ. ഓ മോളെ അത്രയ്ക്കങ്ങ് പുന്നാരിച്ച് വഷളാക്കണ്ട കേട്ടോ. മമ്മിയും എന്റെ കാര്യം നോക്കുന്നില്ല, അങ്കിൾ അതിന് സമ്മതിക്കുന്നില്ല. അനി, നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റോ? ഇത്ര നന്നായിരിക്കുന്നു. യു ആർ സോ സ്വീറ്റ് അങ്കിൾ. താങ്ക് യു വെരി മച്ച്. ഇന്ന് ഹോളിഡേ അല്ലേ, നമുക്ക് കുറച്ചു നേരം ആ ലേക്ക് വ്യൂവിൽ പോയിരിക്കാം. എന്താണ്? സോറി വില്ലി, ഞാൻ വരുന്നില്ല. നിങ്ങൾ അങ്കിളും മോളും കൂടെ പോയാ മതി. എങ്കിൽ നമുക്ക് പോവാം അല്ലേ അനി? കമാ. ബൈ മമ്മ. ബൈ. Nature the source of art. പ്രകൃതിയോടുള്ള പ്രണയം അങ്കിളിന് ഒരിക്കലും തീരില്ലെന്ന് തോന്നണം. അതെ, എന്നും തീരാത്ത പ്രണയം. ഏകാന്തതയോടുള്ള ഈ പ്രണയത്തോട് എനിക്ക് വലിയ യോജിപ്പില്ല. കലാകാരന്മാരല്ലേ ഇങ്ങനെയാണോ? എല്ലാവരുടെയും കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഒരു കഥ മെനയാൻ, ഒരു ചിത്രം രചിക്കാൻ എനിക്ക് ഇങ്ങനൊരു ഇടം വേണം. പുതിയ കഥ എന്തെങ്കിലും കിട്ടിയോ? കഥ പുതിയതല്ല, പഴയത് തന്നെ, വളരെ പഴയത്. അതിന് ചോദിക്കാറില്ലേ മുഖമില്ലാത്ത ആ മാലാഹയെ കുറിച്ച്? ആ മാലാഹയ്ക്ക് മുഖമുണ്ട്. രചയിതാവിന്റെ മനസ്സിനെ എന്ന് കീഴ്പ്പെടുത്തി വെച്ച മുഖം. അവളുടെ കണ്ണുകൾ, അവളുടെ ചുണ്ടുകൾ, എല്ലാം ഈശ്വരന്റെ കരവിരുന്ന് പര്യായം. ഭൂമിയിൽ ഇറങ്ങി വന്ന ഒരു അപ്സര കന്യക, മാലാഖ. അതുകൊണ്ടായിരിക്കാം ഒരു അസൂയ കൊണ്ടെന്ന പോലെ ദൈവം അവളെ തിരിച്ചു വിളിച്ചത്. എങ്കിലും അയാൾ അവൾക്ക് വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ ഈശ്വരനെ പറ്റിയ കൈപ്പുഴ പോലെ അവൾ ഭൂമിയിലേക്ക് വീണ്ടും വന്നു. റിയലി? ആരാണ് മാലാഖ? നീ തന്നെ. അയാൾ വർഷങ്ങളോളം തേടി നടന്ന ആ കണ്ണുകൾ, ആ ചുണ്ടുകൾ.
ഹലോ ആനി, ഞാൻ ലെസ്ലിയാ. നീ എന്തെങ്കിലും ഒന്ന് പറയേ. എത്ര ദിവസമായി നീ ഇങ്ങനെ? അനി, എന്തെങ്കിലും ഒന്ന് പറയൂ. ഹലോ അനി. ഹലോ അനി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ഹലോ അനി, നീ എന്താ ഒന്നും പറയാത്തത്? ആനി, ആനി, എന്താ നിനക്ക് പറ്റിയത്? പറയേ. പ്ലീസ് ഞാൻ പോട്ടെ ലെസ്ലി. ഇല്ല, കുറച്ചു ദിവസമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. നീ എന്നെ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു? ലെസ്ലി തെറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതില്ല, പക്ഷെ നിന്റെ ഈ ഭാവത്തിന്റെ അർത്ഥം. ലെസ്ലി പ്ലീസ്, എനിക്ക് പോണം. പോകാം, പക്ഷെ നീ കാര്യം പറഞ്ഞേ മതിയാവൂ. എന്ത്? എനിക്കറിയണം നിന്റെ ഈ മാറ്റത്തിന്റെ കാരണം. എനിക്ക് മാറ്റൊന്നുമില്ല, ലെസ്ലിക്ക് തോന്നുന്നതാ. അല്ല, ഞാൻ ആദ്യമായിട്ടല്ലോ നിന്നെ കാണുന്നത്. നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യാത്ത കാര്യങ്ങളുമില്ല. പിന്നെ എന്നെ ഒഴിവാക്കാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് പറയാം. അല്ല, ലെസ്ലി വെറുതെ കാര്യമില്ലാതെ സംസാരിക്കരുത്. നോ, കാര്യമുണ്ട്. എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. അത് പറയാതെ നിന്നെ ഞാൻ വിടില്ല. ലെസ്ലി വിട്. ഫ്രണ്ട്ഷിപ്പിന്റെ അർത്ഥം പിടിച്ചു നിർത്താൻ തടഞ്ഞു വെക്കാൻ അധികാരം ഉണ്ടെന്നല്ല. പ്ലീസ് ലീവ് മീ അലോൺ.